എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് Realme 6ൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു ബെസ്റ്റ് ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ഫോണാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അൺബോക്സ് ചെയ്തിട്ട് പറയാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക. ഈ ഒരു ഫോണിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് Realme 6ൻ്റെ ബോക്സാണിത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ബോക്സ് തന്നെയാണ്. അതിൻ്റെ മുകളിൽ നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് വരുവാണെങ്കിൽ മാനുഫാക്ചർ ഇന്ത്യയാണ് ആ ഒരു പ്രൈസും കാര്യങ്ങളും. ഈ ഒരു സൈഡിൽ വരുവാണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ, അതുപോലെ തന്നെ 30 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 4300 mAh ബാറ്ററി, 64 മെഗാ പിക്സലിൻ്റെ 4 ക്യാമറയാണ് വരുന്നത്. പ്രൊസസ്സർ വരുന്നത് ഹീലിയോ G90T എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അത്യാവശ്യം ഈ ഒരു പ്രൈസിൽ കിട്ടാവുന്ന നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് Realme 6 എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ബോക്സിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ അൺബോക്സ് ചെയ്യുന്നത്. എല്ലാ സ്മാർട്ട് ഫോണിൻ്റെയും പാക്കിംഗ് രീതി തന്നെയാണ് ഈ ഒരു ഫോണിലും ഉള്ളത്. ഇതിൽ ഒരു കിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കവറും, അതുപോലെ തന്നെ മാനുവൽ ബുക്കും സിം അഡാപ്റ്ററുമാണ്. കവർ അത്യാവശ്യം നല്ലൊരു കവറാണ്, കാരണം ബ്ലാക്കോടെ കൂടിയിട്ടുള്ള കവറാണ്. അതുകൊണ്ട് തന്നെ കളർ ചേഞ്ച് ആകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തൊരു മോഡൽ കവറാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ Realme 6 എന്ന് പറയുന്ന മോഡലാണ്. ഫോൺ ഓൾറെഡി ഓണാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ബോക്സിലുള്ള ബാക്കി കാര്യം കൂടെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ബാക്ക് പാനലൊക്കെയാണ് വരുന്നത്. ഫോൺ ഓൾറെഡി ഓണാണ്. ബോക്സിലുള്ള ബാക്കി കാര്യം കൂടെ നോക്കാം. മുപ്പത് വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. ഇത് ബാറ്ററി ഫുള്ളാവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. 60 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി ഫുൾ ചെയ്യാൻ പറ്റും ഈ ഒരു ചാർജർ ഉപയോഗിച്ചിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചാർജർ പോലും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. സാധാരണ രീതിയിൽ ഏത് ഫോൺ വാങ്ങിയാലും ചാർജർ അധികം മെയ്ഡ് ചൈനയാണ് കാണാറ്. എന്നാൽ ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ചാർജറൂടെ മെയ്ഡ് ഇന്ത്യയാണ് വരുന്നത്. ഇതിൽ ടൈപ്പ് സി കേബിളാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഫാസ്റ്റ് ചാർജ് വരുമ്പോൾ എന്തായാലും ഈ ഒരു ടൈപ്പ് സി കേബിൾ തന്നെയാണ് വരിക. അതുപോലെ തന്നെ റിയൽമിയുടെ കളറായ യെല്ലോ കളർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാർജർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും റിയൽമിയുടേതാണെന്നുള്ളത്. 4300 mAh ബാറ്ററിയാണ്. ഒരു നല്ലൊരു രീതിയിലുള്ള ബാക്ക് പാനലാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് പാനലും കൂടെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് കാണാം. പിന്നെ നല്ല രീതിയിൽ ഈ ഒരു സ്ക്രാച്ച് റെസിസ്റ്റൻ്റൊക്കെ ഉണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കാണുമ്പോൾ തന്നെ ഈ ഒരു ബാക്ക് പാനൽ തോന്നുന്നുണ്ട്. അതുപോലെ ആ ഒരു ക്യാമറയുടെ ഡിസൈനൊക്കെ ഒരു ബോറില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് 2 കളറിലാണ്, വൈറ്റും അതുപോലെ തന്നെ ബ്ലൂ. വൈറ്റ് ഈ ഒരു രീതിയിൽ തന്നെയുള്ള വൈറ്റാണ് വരുന്നത്. പിന്നെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റാണ് സാധാരണ രീതിയിൽ ഇപ്പം വരുന്നത്. സ്ക്രീനിലും അതുപോലെ ബാക്ക് സൈഡും ആയിരിക്കും ഇതിൻ്റെ വരുന്നത് ഹിഡൻ ഫിംഗർ പ്രിൻ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പവർ കീ ഉപയോഗിച്ച് ആണ് ഫോൺ ഓപ്പൺ ചെയ്യുക. ആ ഒരു പവർ കീമേൽ പ്രസ് ആകുമ്പം തന്നെ, ടച്ച് ആകുമ്പം തന്നെ ഈ ഒരു ഫോൺ ഓൺ ആവും. അതുകൊണ്ട് നല്ലൊരു രീതിയിൽ ഈസി ആയിട്ട് ഈ ഒരു ഫോൺ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ക്രീനിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഓപ്പൺ ആകാത്ത ഒരു പ്രശ്നവും കൂടെ വരുന്നുണ്ട് സ്ക്രീൻ ഗ്ലാസ്സൊക്കെ ഒട്ടിക്കുമ്പോൾ. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഫാസ്റ്റ് എന്ന് പറയുന്നത് 0.29 സെക്കൻഡ് കൊണ്ട് ഓപ്പൺ ആവുന്നുണ്ട്.
ഈ ഒരു പ്രൈസിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ക്യാമറ ഫോണും കൂടെയാണ്. നല്ലൊരു ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഫോട്ടോ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നല്ല രീതിയിലുള്ള ഫോട്ടോ ക്വാളിറ്റി ഉണ്ട്. നല്ല കളർ ഗ്രേഡിങ്ങോടെ കൂടിയിട്ടുള്ള ഒരു ഫോട്ടോയാണ് റിസൾട്ടായിട്ട് വരുന്നത്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിളും 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും പിന്നെ ഒരു പോർട്രേറ്റും പിന്നെ മാക്രോ ലെൻസും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്യാമറയും വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ മെയിനായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് ഈ ഒരു ഫോണ്. ഇതിന് വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഈ ഒരു പ്രൈസിൽ കിട്ടാവുന്ന നല്ലൊരു ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിൻ്റെ സൂപ്പർ ഹൈ റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേയും കൂടെയാണ്. ഇതിൽ AMOLED ഡിസ്പ്ലേ അല്ല വരുന്നത്, ഫുൾ HD+ ആണ്. എന്നാലും നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു പ്രൈസിൽ എന്തായാലും AMOLED ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള ഫോണ് റിയൽമിക്ക് പുറത്തിറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. PUBG ഒക്കെ കളിക്കുന്നവർക്ക് നല്ല ഒരു ചോയ്സാണ് Realme 6 എന്നുള്ളത്. 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എവിടെയും വലിയ നോച്ചും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കൂടിയാണ് വരുന്നത്. ചെറിയൊരു ഫ്രെയിം മാത്രമാണ് സൈഡിൽ വരുന്നത്. അതുപോലെ ഇൻഫിൽഡ് ആയിട്ടുള്ള ക്യാമറയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടും. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് MediaTekൻ്റെ Helio G90T എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും കൂടെ ഈ ഒരു ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഗെയിമിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെ ഇതിൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഹൈപ്പർ ബൂസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗെയിം കളിക്കുമ്പോൾ കൂടുതലായിട്ട് പെർഫോമൻസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട്, ഗെയിമിങ്ങിന് സ്പീഡും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചത്. ഈ ഒരു ഹൈപ്പർ ബൂസ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻ്റായിട്ട് നമ്മൾ ഏത് ഗെയിമാണോ കളിക്കുന്നത് അതിന് വേണ്ട പവറും കാര്യങ്ങളും അതുപോലെ തന്നെ ബാറ്ററി സേവറൊക്കെയാണ് ഈ ഒരു കാര്യം ഈ ഒരു ഓപ്ഷന് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിൽ 3 കാർഡ് സോൾട്ടാണ്. നിങ്ങൾക്ക് ഒരേ സമയത്ത് തന്നെ 2 സിമ്മും ഒരു മെമ്മറി കാർഡും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. മെമ്മറി കാർഡ് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് 256 GB വരെ നിങ്ങൾക്ക് മെമ്മറി കാർഡ് സപ്പോർട്ടിംഗ് ആണ്. ഇത് 2 മോഡലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് 8 GB റാമും 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് കൂടിയിട്ടുള്ള മോഡലാണ്. പിന്നെ എന്ന് പറയുന്നത് 64 GB-യും 8 GB റാമും കൂടിയിട്ടുള്ളതാണ്. റാം സെയിം തന്നെയാണ്, ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ ഡിസൈനിൻ്റെ ഒരു കാര്യത്തിലൊന്നുകൂടെ വരാം. ഈ ഒരു സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റിൻ്റെ ബട്ടൺ വരുന്നത്. യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ഡാമേജും കാര്യങ്ങളൊന്നും പറ്റാത്ത തന്നെ ഡ്രോപ്പ് ടെസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് റിയൽമിയുടെ തന്നെ സൈറ്റിലൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു സിം സോൾട്ടും വോളിയം അപ്പും ഡൗണെല്ലാം ഒരു സൈഡിലാണ് വരുന്നത്, ഇടത് സൈഡിലാണ് വരുന്നത്. AMOLED അല്ലെങ്കിൽ പോലും ഫുൾ HD+ ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞു. നല്ല രീതിയിൽ ഈ ഒരു പകൽ സമയത്തൊക്കെ നല്ല രീതിയിൽ വെളിച്ചം പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പകൽ സമയത്താണ് ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു ഡിസ്പ്ലേയും കൂടിയാണ്. ലൗഡായിട്ടുള്ള ഇയർ സ്പീക്കർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലെ ആ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെ ഭാഗം വരുവാണെങ്കിൽ ടൈപ്പ് സി മൈക്ക്, അതുപോലെ ഈ ഒരു ഇയർഫോണിൻ്റെ ഹോള്, പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു സ്പീക്കർ, ഇത്രയും കാര്യങ്ങളാണ് താഴെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. 13,999 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് ഈ ഒരു മോഡൽ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.